ഹായ് ഹലോ എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വെണ്ടയ്ക്ക വെച്ചിട്ടൊരു നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ വെക്കും, അതുപോലെ തന്നെ തോരനും വെക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തിന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. മെഴുക്കുവരട്ടിക്ക് അരിയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന് നമുക്ക് വേണ്ടത് 2 സവോള എടുത്തിട്ടുണ്ട്. സവോള ഇല്ലെങ്കിൽ ഉള്ളി ആയാലും മതിയാവും, ചെറിയ ഉള്ളി. അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയുണ്ട്, തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പ് പിടിക്കാനായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ചിരകിയ തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിരകിയ തേങ്ങ ഇടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ അരിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുമേ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ സവാള, പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലൊരു തോരനാണ്. ഇത് ആദ്യം ചെറുതായിട്ടൊരു വഴുവഴുപ്പൊക്കെ വരും, എങ്കിലും നമ്മൾ അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ചിക്കിയെടുത്താൽ മതി. ആ വഴുവഴുപ്പൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു അടിപൊളി ഒരു വെണ്ടയ്ക്ക തോരൻ നമുക്ക് കിട്ടും. ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ നമുക്ക് ഇങ്ങനെ വെണ്ടയ്ക്ക വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് ആവശ്യത്തിന് എടുക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലിടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വഴുവഴുപ്പ് ഒക്കെ അത് മാറിക്കിട്ടും. തേങ്ങയുടെ എണ്ണമയം കൂടെ ചേരുമ്പോൾ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മൾ വേറെ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ നോക്കിയിട്ടേ ചേർക്കാവൂ. വെണ്ടയ്ക്കയിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് ഉപ്പേ ചേർക്കാവൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെയൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അത് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് പൊത്തി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെണ്ടയ്ക്ക തോരനാണിത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് തണ്ടും ചേർത്തിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് നമ്മൾ പതുക്കെ ഒന്ന് തീ കുറച്ചൊന്ന് വെക്കുക. 5-6 മിനിറ്റ് മതി, 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കണം. നമ്മളിങ്ങനെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആവിയെല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഇതുപോലൊരു വഴുവഴുപ്പ് പോലെ തോന്നും. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടും, നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാടൊന്ന് വേവിച്ച് അങ്ങ് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ചു വെക്കാതെ തന്നെ ഇതുപോലെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. അത് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു തോരൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി നല്ലൊരു വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.